പ്രൈസ് ലോർഡ്. ഇന്ന് നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ നമ്മൾ വീണ്ടും കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിന്റെ സന്നിധി നമ്മൾ പല സ്ഥലങ്ങളിലാണെങ്കിലും നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ ആയിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലുണ്ട്. അങ്ങനെ നാം ദൈവാത്മാവിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ടായ്മയുടെ സമയം കൂടെയാണിത്. അപ്പം കർത്താവിന്റെ ആത്മാവ് തന്നെയാണ് നമ്മളുടെ അധ്യാപകനും നമ്മുടെ നടത്തിപ്പുകാരനും നമ്മുടെ ഗൈഡെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിന്റെ ആത്മാവാണ് നമ്മുടെ ടീച്ചറായിട്ടിരിക്കേണ്ടതെന്ന്. അതുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എഫേസ്യർ 2-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള ചില വാക്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചിന്തിച്ചത്. അവിടെ നമ്മൾ പ്രധാനമായിട്ട് കണ്ട വിഷയം, കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത്, നമ്മുടെ പാസ്റ്റ് എങ്ങനെയായിരുന്നു, യഹൂദന്മാരും പ്രത്യേകിച്ച് ജാതികളായ നാമും തമ്മിലുള്ള ബന്ധം അതെങ്ങനെയായിരുന്നു എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതെങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ ആ ഭീകരത ശരിക്കും ഒരു 2-3 വാക്കുകളിൽ വളരെ കൃത്യമായിട്ട് പൗലോസ് അത് പറയുന്നുണ്ട്. അക്കാലത്ത് നിങ്ങൾ പ്രത്യാശയില്ലാത്തവരായിരുന്നു, ദൈവമില്ലാത്തവരായിരുന്നു. ഒരു ട്രാൻസ്ലേഷനിൽ ഞാനിങ്ങനെ അത് ഒരു ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: റിമെമ്പർ യു ഹാഡ് നത്തിങ് ടു ലുക്ക് ഫോർവേഡ് ടു ആൻഡ് നോ ഗോഡ് ടു ഹും യു ടേൺ. 12-ാമത്തെ വാക്യത്തിന്റെ ഒരു ഭാഗത്തിന്റെ ഒരു ട്രാൻസ്ലേഷനാണ് ഞാൻ വായിച്ചേ. റിമെമ്പർ യു ഹാഡ് നത്തിങ് ടു ലുക്ക് ഫോർവേഡ് ടു, അതായത് ഈ ജീവിതത്തിൽ ഒന്നും നമുക്ക് മുന്നോട്ട് നോക്കുവാനോ മുന്നോട്ട് പ്രതീക്ഷിക്കുവാനോ ഈ ജീവിതത്തിൽ ഒന്നുമില്ലായിരുന്നു. മാത്രമല്ല, ഒരു ദൈവത്തിങ്കിലേക്കൊന്ന് തിരിയുവാൻ, ദൈവത്തിങ്കിലേക്കൊന്ന് നോക്കുവാൻ അങ്ങനെ ഒരു ദൈവവും നമുക്ക് ഇല്ലായിരുന്നു. അപ്പം വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ്. ഒരു മനുഷ്യന് മുൻപോട്ടൊന്നും പ്രതീക്ഷിക്കാനില്ലെങ്കിൽ ആ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല. അപ്പൊ നാം എല്ലാവരും ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ലാതെ ജീവിച്ചവരായിരുന്നു എന്നാണ് പൗലോസ് ഇവിടെ ഈ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യർ, പ്രത്യാശയില്ലാത്തവർ, ലോകത്തിൽ ദൈവമില്ലാത്തവർ. ഈ ദൈവമില്ലാത്തവരെന്ന് പറയുമ്പം വിത്തൗട്ട് ഗോഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്, ദൈവവിശ്വാസം ഇല്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവവിശ്വാസം കാണും, പക്ഷേ ദൈവമില്ല, വിത്തൗട്ട് ഗോഡാണ്, ദൈവത്തെ കൂടാതെയുള്ളൊരു ജീവിതമാണ്. അപ്പൊ ദൈവത്തെ കൂടാതെയുള്ളൊരു ജീവിതത്തിന്റെ ആ ഏറ്റവും ഭീകരമായ സൈഡ് എന്ന് പറയുന്നത്, നമുക്ക് വി ഹാവ് നത്തിങ് ടു ലുക്ക് ഫോർവേഡ് ടു. മുന്നോട്ട് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല, ഒന്നും നമുക്ക് കാണുവാനായിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ് യഹൂദനെയും ജാതിയെയും ക്രിസ്തുവേശുവിൽ ഒന്നാക്കി തീർത്തത്, ഒരു ശരീരമാക്കി തീർത്തത്. അതാണ് 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: വേർപാടിന്റെ നടുച്ചവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിപ്പാൻ. അപ്പോൾ ദൈവത്തിന്റെ ഇതിൽ കൂടെയുള്ള പർപ്പസ് എന്തായിരുന്നു? ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു തന്നതിന്റെ ഒരു ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തിലുള്ള സകല ജാതി മതസ്ഥരെയും, പ്രത്യേകിച്ച് യഹൂദനെയും ജാതിയെയും, ഈ 2 തിരിവാണല്ലോ പ്രധാനമായിട്ടുള്ളത്, ക്രിസ്തുവേശുവിൽ ഒന്നാക്കി തീർക്കുക എന്നുള്ള ആ വലിയ ഒരു പർപ്പസാണ് ദൈവത്തിനുണ്ടായിരുന്നത്. 15-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ടാണ് വായിക്കുന്നത്: ഹിസ് പർപ്പസ് വാസ് ടു ക്രിയേറ്റ് ഇൻ ഹിംസെൽഫ് വൺ ന്യൂ ഹ്യൂമാനിറ്റി ഔട്ട് ഓഫ് ദ ടു, ദസ് മേക്കിംഗ് പീസ്. അപ്പം ഈ 2 കൂട്ടരിൽ നിന്ന്, യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും ഒരു പുതിയ ഹ്യൂമാനിറ്റിയെ, ഒരു പുതിയ വംശത്തെ തന്നെ, ഒരു മനുഷ്യ വംശത്തെ തന്നെ സൃഷ്ടിക്കുക എന്നത് ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. ഈ എഫേസ്യ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ന്യൂ ഹ്യൂമാനിറ്റിയെ കുറിച്ചാണ്. ഈ ന്യൂ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്, ന്യൂ മാൻ എന്ന് ചില ട്രാൻസ്ലേഷനിൽ പറയുന്നുണ്ട്, പുതു മനുഷ്യൻ, അങ്ങനെയാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ന്യൂ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് ഒരു പുതിയ കമ്മ്യൂണിറ്റിയാണ്.
ഏതാണ് ഈ കമ്മ്യൂണിറ്റി? ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് 19ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത? യഹൂദനെയും ജാതിയെയും ഒരുമിപ്പിച്ച് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരം കർത്താവ് ഒരുമിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എ ന്യൂ ഹ്യൂമാനിറ്റി വാസ് ക്രിയേറ്റഡ്, എ ന്യൂ കമ്മ്യൂണിറ്റി. അപ്പൊ ആ ന്യൂ ഹ്യൂമാനിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് 19ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. ആ 19, 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. അപ്പോ ഈ പുതിയ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്, ഈ പുതിയ മനുഷ്യൻ എന്ന് പറയുന്നത്, ഈ പുതിയ ബോഡി, ഈ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ദൈവത്തിന്റെ ഭവനമാണ്. നാം ദൈവത്തിന്റെ ഭവനക്കാരാണ്. അപ്പം യഹൂദനെയും ജാതിയെയും ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി ഒരുമിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഉടലെടുത്ത ഒരു ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ദൈവസഭയാകുന്ന ദൈവത്തിന്റെ ഭവനം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഈ സഭയെക്കുറിച്ച് പറയുന്നത്, ഈ സഭയെക്കുറിച്ചുള്ളത് ഒരു മർമ്മമായിരുന്നു പണ്ട് കാലത്ത്, പഴയ നിയമത്തിലല്ല, 5-ാമത്തെ വാക്യത്തിൽ 3:5. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. അപ്പോൾ നാം എല്ലാവരും ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ പങ്കാളികളായി തീർന്ന് ഒരു ശരീരമായി തീരണം എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാൻ തന്നെയായിരുന്നു. ബട്ട് ഇറ്റ് വാസ് നോട്ട് റിവീൽഡ് ഇൻ ദ പാസ്റ്റ്. എന്നാൽ ഇന്ന് അതിനെക്കുറിച്ച് ഒരു റെവലേഷൻ ലഭിച്ചിരിക്കുകയാണ് പൗലോസിന്. ആ റെവലേഷനാണ് പൗലോസ് ഈ എഫേസ ലേഖനത്തിൽ ശരിക്കും വിശദീകരിക്കുന്നത്. പ്രധാനപ്പെട്ട വിഷയം ഈ ന്യൂ ഹ്യൂമാനിറ്റി എന്നുള്ളതാണ്. അപ്പൊ ഈ ന്യൂ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭവനമാണ്, ദൈവത്തിന്റെ കുടുംബമാണ്. നാം ഈ ഭവനത്തിലെ അംഗങ്ങളാണ്. യഹൂദനെന്നോ ജാതികനെന്നോ വ്യത്യാസമില്ലാതെ നാം എല്ലാവരും ദൈവ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് തീർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ദൈവ കുടുംബത്തിന്റെ ഇതൊരു ബിൽഡിങ്ങിനോട് ഉപമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മൂലക്കല്ല് ക്രിസ്തുവും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന കല്ലുകളാകുന്ന അടിസ്ഥാനവും. അപ്പൊ അങ്ങനെ പണിതിരിക്കുന്ന ഒരു ആത്മീയ കെട്ടിടമാണിത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിന്റെ വിശുദ്ധ മന്ദിരമായിട്ട് വളരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 21-ാമത്തെ വാക്യത്തിൽ അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. യുക്തമായി ചേർന്നൊക്കെ പറയുമ്പം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഫിറ്റഡ് ടുഗദർ എന്നാണ്. അതായത് ഒന്നോടൊന്ന് വളരെ കൃത്യമായിട്ട് യോജിച്ച് വി ഓൾ ആർ ഫിറ്റഡ് ടുഗദർ. ആരാണ് ഈ ഫിറ്റഡ് ടുഗദർ? ആരാ? പണ്ട് അടുത്തുപോലും വരുവാൻ കഴിയാതിരുന്നവർ, ഇന്ന് ജാതിയോ നിറമോ സംസ്കാരമോ ഇതൊന്നും നോക്കാതെ വ്യത്യാസമില്ലാതെ കർത്താവിൽ ആയിത്തീർന്ന സകലരും എവരിവൺ ഫിറ്റ് ഇൻടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അങ്ങനെയുള്ള എല്ലാവരും ക്രിസ്തുവേശുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പൊ ഈ കെട്ടിടം ഇത് ദൈവത്തിന്റെ നിവാസവുമാണ്. അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത്. അങ്ങനെയല്ലേ? അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പൊ ഇന്ന് നടക്കുന്ന ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു പ്രവൃത്തി എന്താണ് ശരിക്കും? ഈ ആത്മീയ പ്രസ്ഥാനത്തെ കർത്താവ് പണിതുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവേശു മൂലക്കല്ലായിരിക്കുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനമായിരിക്കുന്ന ഈ ആത്മീയ പ്രസ്ഥാനത്തെ, ദൈവസഭയെ, ദൈവത്തിന്റെ ഭവനത്തെ, ദൈവത്തിന്റെ കുടുംബത്തെ, ഈ വിശുദ്ധ മന്ദിരത്തെ കർത്താവ് ഇന്ന് പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ പണിയിൽ യഹൂദനും ജാതിയും ലോകത്തിലുള്ള സകല മനുഷ്യരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത്, ദൈവസഭ. അപ്പൊ ദൈവസഭയെ കുറിച്ച് 2 വാക്ക് നിശ്ചയമായിട്ട് ഇന്ന് രാത്രികാലം
നമ്മൾ ചിന്തിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഈ സഭയെക്കുറിച്ച് നമ്മുടെ കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ. മത്തായി സുവിശേഷം 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പം ദൈവസഭയുടെ പണിക്കാരൻ എന്ന് പറയുന്നത് ചിലപ്പോൾ മനുഷ്യർ തെറ്റിദ്ധരിക്കാറുണ്ട്. മനുഷ്യരാണ്, ചിലർ പറയാറുണ്ട് ഞാനാണ് ഈ സഭ സ്ഥാപിച്ചതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ മനുഷ്യരാരും സഭ സ്ഥാപിച്ചിട്ടില്ല. ഇവിടെ പൗലോസ് പറയുന്നത് നമ്മളെല്ലാവരും കൂട്ടുവേലക്കാരാണ് കർത്താവിനോട് കൂടെ. വി ആർ ഓൾ കോ വർക്കേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പണിയെല്ലാം നടത്തുന്നത് കർത്താവ് തന്നെയാണ്. മത്തായി സുവിശേഷത്തിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. 16-ാം അധ്യായത്തില് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. 18-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് പത്രോസിനോട് നമ്മുടെ കർത്താവ് സംസാരിക്കുമ്പോൾ പറയുന്നത്. 18-ാമത്തെ അധ്യായത്തിലും സഭയെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട് മത്തായി സുവിശേഷത്തില്. അപ്പൊ നമ്മുടെ കർത്താവിന്റെ തന്നെ നാവിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ഈ സഭയെ പണിയുന്നത് കർത്താവാണ്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് ഈ കാര്യമാണ്. ഈ സഭയുടെ പണി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് യഹൂദന്മാരുടെ ഇടയിൽ നിന്നും ജാതികളുടെ ഇടയിൽ നിന്നും കർത്താവിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ട, 1-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ലോകസ്ഥാപനത്തിനു മുന്നമേ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളാൽ ചേർത്ത് പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിശുദ്ധ മന്ദിരമാകുന്ന ദൈവസഭ. അപ്പോൾ നമ്മുടെ കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഉദ്ദേശം ഇങ്ങനൊരു കമ്മ്യൂണിറ്റിയെ, ഒരു വിശുദ്ധ ജനത്തെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തില് 20-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു പ്രബോധനം നമുക്കവിടെ കാണാം. താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭ എന്നോട് പറയുന്നുണ്ട്. അതായത് യേശുക്രിസ്തു തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവസഭ. അപ്പൊ ദൈവസഭ എന്ന് പറയുന്നത് ഈ വിശുദ്ധ മന്ദിരം, ദൈവത്തിന്റെ ഭവനം, ദൈവത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് തന്റെ രക്തം കൊടുത്ത്, വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നവരുടെ ഒരു കൂട്ടമാണത്. നമ്മുടെ ഭാഗ്യമല്ലേ നാം എല്ലാവരും അങ്ങനെ കർത്താവിനാൽ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരായി ഈ ബോഡിയിൽ, ഈ കമ്മ്യൂണിറ്റിയിൽ, ഈ ശരീരത്തിന്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ ഉദ്ദേശം തന്നെ ദൈവസഭയെ ഇതുപോലെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ദൈവത്തിന്റെ വലിയ പ്ലാനിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അത് വെളിപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇന്ന് തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും എല്ലാം അത് വെളിവായി വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വെളിപ്പാട് പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. എഫേസ്യ ലേഖനം 5-26 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ കർത്താവ് സഭയെ വിശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം ദൈവസഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ നമ്മുടെ കർത്താവിന്റെ ക്രൂശ് മരണം ദൈവസഭയെ രൂപപ്പെടുത്തുവാൻ വേണ്ടിയുള്ളത് തന്നെയായിരുന്നു. ആ ഒരു വലിയ സത്യമാണ് പൗലോസ് ഇവിടെ ഈ 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കെട്ടിടത്തെ കുറിച്ച് യേശുക്രിസ്തു മൂലക്കല്ലായിരിക്കുന്ന 20, 21, 22 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്ന് ഒരുപാട് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ കർത്താവ് ഒരു ഓർഗനൈസേഷനും സ്ഥാപിച്ചില്ല, അല്ലേ? ഒരു ഓർഗനൈസേഷനും നമ്മുടെ കർത്താവ് സ്ഥാപിച്ചിട്ടില്ല. സഭയെയാണ് കർത്താവ് സ്ഥാപിച്ചത്. അപ്പൊ ഇന്ന് ഈ പല ഓർഗനൈസേഷൻസിലും നടക്കുന്ന പല പ്രോഗ്രാംസും അത് ദൈവസഭയുടെ പ്രോഗ്രാം എന്നൊക്കെ പറയാനായിട്ട് വളരെ വിരലിൽ എണ്ണുവാനായിട്ട് ഉള്ള പ്രോഗ്രാം മാത്രമേ ദൈവസഭയുടെ പ്രോഗ്രാമിലുള്ളൂ. ഞാൻ അതിലേക്ക് വിശദമായിട്ടൊന്നും കടന്നു പോകുന്നില്ല. അപ്പൊ ഇന്ന് പല സംഘടനകളും സഭകളായിട്ടെല്ലാം അറിയപ്പെടുന്നുണ്ടെങ്കിലും ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അപ്പൊ പിന്നെ ഈ യഥാർത്ഥ സഭ, ഈ വിശുദ്ധ മന്ദിരം, ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഈ ദൈവത്തിന്റെ നിവാസം ഇത് എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അപ്പൊ യഥാർത്ഥ സഭ ഇന്ന് എവിടെയാന്നുള്ളത് ഇവിടെ തന്നെ ഉണ്ട്. ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ചിലർ പറയുന്നത്
ഇന്ന് അങ്ങനെ ഒരു യഥാർത്ഥ സഭ ഇവിടെ ഇല്ലെന്ന് പറയുന്നവരുണ്ട്. അത് ആ കാലത്തെ ഉള്ളായിരുന്നു. ഇന്ന് കാണുന്നതെല്ലാം സംഘടനകളാണ്. ഇന്ന് ദൈവസഭയൊന്നും ഇവിടെ ഇല്ലെന്ന് പറയുന്നുണ്ട്. അത് ശരിയായ ഒരു 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 പഠിപ്പീരല്ല. അതുപോലെ തന്നെ ചിലര് പറയുന്നത് എങ്ങനെയാണ്, ഞങ്ങളുടെ സഭയാണ് ശരിയായ സഭ. അങ്ങനെ പറയുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സഭയൊന്നും ശരിയായ സഭയല്ല, ഞങ്ങളുടെയാണ്, കർത്താവ് സ്ഥാപിച്ച സഭ ഞങ്ങളുടെയാണ് എന്ന് പറയുന്നവരുണ്ട്. അത് പ്രത്യേക ആരാണെന്നൊന്നും ഇപ്പൊ പറയുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കാരണം നമുക്ക് അങ്ങനെയുള്ള ആരെയും ടാർഗറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ അങ്ങനെ പറയുന്നതും വളരെ ശുദ്ധ അബദ്ധമാണ്. കാരണം ഒരു സംഘടനയെ സഭയാക്കി മാറ്റിക്കൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് അത് വളരെ ശുദ്ധമായ അബദ്ധം തന്നെയാണ്. അപ്പം ഈ സകല സംഘടനകളും ചേർന്നതാണ് ദൈവസഭ എന്ന് പറയുന്നവരുണ്ട്. അതും ഒരല്പം പെശകുള്ള കാര്യം തന്നെയാണ്. ഈ സംഘടനകളെല്ലാം ചേരുന്നത് ദൈവസഭയാണെങ്കിൽ അപ്പൊ പിന്നെ ദൈവസഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും കാണാത്തടമുണ്ട്. അതായത് പല കാര്യങ്ങളും ഒത്തുവരുന്നില്ല. അതുകൊണ്ട് അത് നമുക്ക് ഒരല്പം വിയോജിപ്പ് നിശ്ചയമായിട്ടും ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം എന്താണ് ഈ വിശുദ്ധ മന്ദിരത്തെ കുറിച്ച് പറയുന്നത്? ഈ സഭയെ കുറിച്ച് ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? നമ്മൾ ഒരിക്കലും ഈ ക്ലാസ്സിൽ ദൈവസഭയെ കുറിച്ചുള്ള ഒരു പൂർണ്ണമായ സ്റ്റഡീസിലേക്ക് പോകാൻ വേണ്ടിയല്ല, പക്ഷെ ഒരു ചെറിയ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഈ വിഷയത്തിൽ ആവശ്യമാണ്. ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരം ദൈവസഭ പിതാവാം ദൈവത്തിന്റെ കുടുംബമാണിത്. ദൈവസഭ എന്ന് പറയുന്നത് ഒരു ഫാമിലിയാണിത്. അപ്പം അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് 19-ാമത്തെ വാക്യത്തിലും 22-ാമത്തെ വാക്യത്തിലും, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരാണ്. അപ്പം ഇത് ദൈവത്തിന്റെ കുടുംബമാണ്. 22-ാം വാക്യം അനുസരിച്ച് ഇത് ദൈവത്തിന്റെ നിവാസമാണ്. ദൈവം, പിതാവാം ദൈവം വസിക്കുന്ന ഇടമാണിത്. മാത്രമല്ല സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ഈ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ സഭ പുത്രനാം ദൈവത്തിന്റെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെയാണ്, ആട്ടിൻകൂട്ടമാണ്. യോഹന്നാന്റെ സുവിശേഷത്തില് 10-ാം അധ്യായത്തില് 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും അതുപോലെ തന്നെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലും നമ്മുടെ കർത്താവ് ഈ കാര്യം പറയുന്നുണ്ട്. പ്രത്യേകമായിട്ട് 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. അത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ സഭ പരിശുദ്ധാത്മാവം ദൈവത്തിന്റെ കൂട്ടായ്മയും കൂടെയാണ്. അപ്പോസ്തലനായ പൗലോസ് ബെനഡിക്ഷൻ ഒക്കെ പറയുമ്പോൾ, ആശീർവാദം പറയുമ്പോൾ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുയേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും. അപ്പം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയുള്ള ഇടമാണ്. ഈ 3 കാര്യങ്ങൾ സഭയുടെ മാർക്കാണ്. ഒന്ന്, ഇത് ദൈവത്തിന്റെ കുടുംബമാണ്, ഒരു ഫാമിലിയാണ്, വൺ ഫാമിലിയാണ് ഒരു സഭ എന്ന് പറയുന്നത്. അപ്പൊ എവിടെ, ഏത് കൂട്ടായ്മയിൽ ഇത് ഒരു ഫാമിലിയാണെന്നുള്ള, ദൈവ കുടുംബമാണെന്നുള്ള ബോധം ഉണ്ടോ, അങ്ങനെയുള്ള അനുഭവം ഉണ്ടോ, നിശ്ചയമായിട്ട് ആ കൂട്ടായ്മ ദൈവസഭയുടെ ഭാഗം തന്നെയാണല്ലേ. അതുപോലെ സഭ പുത്രനാം ദൈവത്തിന്റെ ഒരു ആട്ടിൻകൂട്ടമാണ്. അവൻ ശ്രേഷ്ഠ ഇടയനും നാം എല്ലാവരും അവൻ മേയ്ക്കുന്ന ആടുകളുമാണ്. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയുള്ള സ്ഥലമാണ് ദൈവസഭ. അപ്പം കർത്താവിന്റെ സഭയിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തപ്പെട്ടത്, അല്ലെങ്കിൽ ഒരുവൻ എത്തപ്പെടുന്നത് എങ്ങനെയാണ്? ഈ 3 കാര്യങ്ങളാണ് സഭയെക്കുറിച്ച് പറയുന്നതെങ്കിൽ, ദൈവത്തിന്റെ ഭവനത്തെക്കുറിച്ച് പറയുന്നതെങ്കിൽ, ഈ ഭവനത്തിലെ അംഗങ്ങളായിട്ട് നാം തീരുന്നത് എങ്ങനെയാണ്? സാധാരണഗതിയിൽ ഒരു കുടുംബത്തിലെ അംഗമായിട്ട് ഒരുവൻ തീരണമെങ്കിൽ ഒന്നുകിൽ ആ കുടുംബത്തിൽ ജനിക്കണം, അല്ലെങ്കിൽ വേറൊരു വഴി കൂടെ ഉണ്ട്. 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മെ ദത്തെടുക്കണം. ഈ 2 കാര്യങ്ങളാണ് ഒരാൾക്ക് ഒരു ഭവനത്തിലെ അംഗമായിട്ട് തീരുവാനായിട്ട് കഴിയുള്ളൂ. അപ്പം അങ്ങനെ ദൈവ കുടുംബത്തിൽ ജനിച്ച് ദൈവത്താൽ ദത്തെടുക്കപ്പെട്ട് ദൈവമക്കളായി തീരുമ്പോഴാണ് നമുക്ക് ധൈര്യമായിട്ട് എന്തോ പറയാൻ കഴിയുന്നത്. ശരിക്കും പിതാവേന്ന് ദൈവത്തെ വിളിക്കാനായിട്ട് അബ്ബാ ഫാദർ അല്ലേ. അബ്ബാ ഫാദർ എന്ന് വിളിക്കുന്ന ആ സ്പിരിറ്റ്
പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അപ്പാ എന്ന് വിളിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും മക്കൾക്ക് മാത്രമാണ് അങ്ങനെ വിളിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ ഈ കുടുംബത്തിൽ ഇപ്പൊ ഒരാൾക്ക് അംഗമായി തീരാൻ ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ആഗ്രഹപ്രകാരം ഒരു കുടുംബത്തില് എന്താകാൻ പറ്റുകയില്ല, ആകാൻ പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു അംഗമായി തീർന്നാൽ കൊള്ളാമായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആകാൻ യാതൊരു നിവൃത്തിയില്ല, ഇല്ലേ? അവിടെ ജനിച്ചാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ ദത്തെടുക്കപ്പെട്ടാൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇപ്പൊ വേറൊരു വീട്ടിൽ താമസിക്കുന്നതിനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ആഹാരം കഴിക്കുന്നതിനോ ഇതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നും നമ്മളെ എന്താക്കുന്നില്ല, അവിടത്തെ അംഗമാക്കി മാറ്റുന്നില്ല. അപ്പം ഇത് വളരെ ഒരു സ്പിരിച്വൽ ഇംപ്ലിക്കേഷൻ ഉള്ളതാണ് ഇതിനല്ല. അതായത് ശരിയായി വീണ്ടും ജനനം എന്നുള്ള അനുഭവം കർത്താവിനെ അറിയാതെ ഈ സഭയിലൊക്കെ കൂടി നടന്ന് പ്രസംഗവും കേട്ട് ബൈബിൾ ക്ലാസ്സിൽ കേട്ടിട്ട് ഇത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോയി ഇവിടെയുള്ളവരെ കുറിച്ചൊന്നുമല്ല, നമ്മുടെ ആൾക്കാരെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും ദൈവ കുടുംബത്തിൽ ഉള്ളവർ തന്നെയാണ്. ഞാൻ പറഞ്ഞത് പൊതുവിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഈ ദൈവ കുടുംബത്തിൽ ഒരുവനായി തീരുന്നത് അവിടുത്തെ കുറെ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടല്ല, ആ കുടുംബത്തില് ജനിച്ചതുകൊണ്ടാണല്ലേ. അപ്പം ഇതിന് മുൻകൈ എടുക്കുന്നത് ആരാണ്? ഇതിന് ഒരു കുടുംബത്തിൽ ജനിക്കുവാൻ നിശ്ചയമായിട്ടും പിതാവാൻ ദൈവം തന്നെയാണല്ലേ, പിതാവ് തന്നെയാണ്. ഈ 1-ാം അധ്യായത്തിൽ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ എംഫസിസ് കൊടുത്ത് അവൻ നമ്മെ ലോക സ്ഥാപനത്തിനു ക്രിസ്തുവേശുവിൽ തിരഞ്ഞെടുത്തു, അവന്റെ തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം അവൻ നമ്മെ ദത്തെടുത്തു. അപ്പൊ എല്ലാം എന്താണ്? പിതാവാം ദൈവത്തിന്റെ തിരുഹിതമാണ്, പിതാവാം ദൈവത്തിന്റെ ആ നിശ്ചയമാണ്. നമ്മെ സംബന്ധിച്ച് നമുക്ക് ആരെയും ദൈവ കുടുംബത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുമോ? ആരെയെങ്കിലും? നമുക്ക് ആരെയും കൊണ്ടുവരാനായിട്ട് കഴിയുകയില്ല. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവ കുടുംബത്തിൽ ഒരുവൻ ജനിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇത് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതല്ല, ദൈവത്തിന്റെ വചനം പറയുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 6:44 കർത്താവ് എന്താ പറഞ്ഞേ? പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. അപ്പം ഇവിടെ ഇനിഷ്യേറ്റീവ് എവിടെ നിന്നാ വരുന്നത്? പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനെയും ദൈവകുടുംബത്തിൽ അംഗമായി സ്വീകരിക്കും കർത്താവ്. പക്ഷേ ഇതിന്റെ ഒരു ഇനിഷ്യേറ്റീവ് വരുന്നത് ദൈവത്തിൽ നിന്ന് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരിക്കലും ആരെയും ഇതിനകത്ത് അംഗങ്ങളാക്കി തീർക്കാനായിട്ട് പറ്റുകയില്ല. കർത്താവിന് മാത്രമാണ് അത് കഴിയുള്ളൂ. പിതാവാം ദൈവത്തിന് മാത്രമാണ് കഴിയുള്ളൂ. അതുപോലെ തന്നെ ഈ ആട്ടിൻകൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ നിശ്ചയമായിട്ടും ഈ ഇടയൻ നമ്മെ തിരഞ്ഞെടുത്താലേ പറ്റുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം അവൻ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം, എല്ലാവർക്കും അറിയാവുന്നതാണ്. അവൻ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നു, ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു, ആ ആടുകളെ ആരും അവന്റെ കയ്യിൽ നിന്ന് അപഹരിക്കുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം 10-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കർത്താവിന്റെ തിരഞ്ഞെടുപ്പാണ്. പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം പോലെ തന്നെ പുത്രനാം ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുമാണ് നമ്മളുടെ ദൈവസഭയിലുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിട്ട് നാം തീരുമ്പോഴാണ്. അപ്പോൾ ദൈവസഭ പരിശുദ്ധാത്മാവിലുള്ള കൂട്ടായ്മ കൂടിയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പിതാവാം ദൈവത്തിന്റെ ഭവനമാണ്, അതുപോലെ പുത്രന്റെ ആട്ടിൻകൂട്ടമാണ്, അതുപോലെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയാണ്. പലപ്പോഴും ഇതൊരു എന്താണ്, ഒരു റിലീജിയസ് ക്ലബ്ബ് പോലെ ചിലരൊക്കെ ഇതിനെ കാണാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലബിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ സംഘടനകളിലും നടക്കാറുണ്ട് അല്ലേ? ഒരു ക്ലബിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ശരിക്കും ഫ്രണ്ട്ഷിപ്പാണ് ശരിക്കും, അല്ലേ? അവർ തമ്മിലുള്ള ഒരു സൗഹൃദമാണ്. എന്നാൽ ദൈവസഭ അങ്ങനെയല്ല, സൗഹൃദത്തിൽ കൂടി വരുന്നത് നല്ലത്.
സൗഹൃദം പിന്നീട് ജനിക്കുന്നതാണ്. നമ്മൾ ഒരു കുടുംബത്തിൽ ആയിത്തീരുന്നത് കൊണ്ടാണ് പിതാവാം ദൈവത്തിന്റെ, പുത്രനാം ദൈവത്തിന്റെ, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ ആ കുടുംബത്തിൽ നമ്മൾ കൂട്ടായ്മയിലേക്കും അതിന്റെ ഒരു ഭാഗമായി തീരുന്നതിൽ കൂടെയാണ് നാം ദൈവസഭയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു ക്ലബ്ബ് പോലെ ഒരുമിച്ച് കൂടുന്ന ഒരു സംഭവമല്ല. പിന്നെയോ ഇത് കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്ത് കർത്താവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാക്കുന്നതാണ്. ഒരേ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരൊന്നുമല്ല നമ്മളെല്ലാവരും. നമുക്കെല്ലാവർക്കും ഒരേ താല്പര്യമൊന്നും ആയിരുന്നില്ല, ഒരേ ലക്ഷ്യമായിരുന്നില്ല. പക്ഷേ നമ്മുടെ കർത്താവ് നമ്മെ എല്ലാവരെയും ഇങ്ങനെ വിവിധമായിട്ടുള്ളവരെയാണ് ഇങ്ങനെ സഭയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ദൈവസഭയ്ക്ക് ഒരു റിലീജിയസ് ക്ലബിനേക്കാൾ, ഒരു അസോസിയേഷനേക്കാളോ, ഒരു ഓർഗനൈസേഷനേക്കാളോ വലിയൊരു സ്ഥാനം ദൈവസഭയ്ക്കുണ്ട്, ക്രിസ്തുയേശുവിന്റെ ശരീരത്തിനുണ്ട്. ക്രിസ്തുയേശു മൂലക്കല്ലായിരിക്കുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനമായിരിക്കുന്ന ദൈവസഭയുടെ പ്രാധാന്യത എന്ന് പറയുന്നത് ഇത് കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ശരിക്കും കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലേ? പുതിയ നിയമത്തിൽ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ദൈവസഭയുടെ പ്രാധാന്യത എവിടെയാണ്? കൂട്ടായ്മ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്ന് പറയുമ്പം നമ്മൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മ കൂടെയാണ്, അല്ലേ? ഷെയറിംഗ് ആണ് ശരിക്കും ഇത്. കൊയിനോനിയ എന്നാണ് അതിന് ഗ്രീക്കിലുള്ള ശരിയായ പാട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് കൊയിനോനിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ശരി അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഈ എന്താണ് സിയാമീസ് ഇരട്ടകൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവര്, അതായത് ഈ ജനനത്തിൽ തന്നെ രണ്ട് കുഞ്ഞുങ്ങൾ ശരീരം വേർവിടാതിരിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ശരിക്കും ഒരേ രക്തധമനികളാണ് എന്ത് ചെയ്യുന്നത്? അവര് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലുള്ള ഒരു ബന്ധമാണ് ശരിക്കും ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. വി ഓൾ ഷെയർ ഇൻ ദ സെയിം ബ്ലഡ്, ഇൻ ദ സെയിം ബോഡി. അതല്ലേ നമ്മൾ കൂടി വരുമ്പോൾ എല്ലാ ആഴ്ചകളിലും നമ്മൾ കർത്താവിന്റെ മേശ അനുഭവിക്കുമ്പോൾ, അപ്പോ ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ കർത്താവിന്റെ രക്തം, അതാണ് നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്നത്. അപ്പം ആ രക്തധമനിയാണ് നമ്മെ ഒരുമിപ്പിച്ച് ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു ക്ലബ് അല്ല ഇത്, ശരിക്കും ഒരു ക്ലബ് പോലെയല്ല. വി ഷെയർ ദ സെയിം ബ്ലഡ് സ്ട്രീം. എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ട്, ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായിട്ട് സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കൽ അത്ര നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ സഭയായി കൂടി വരുമ്പോൾ കടന്നു വരുന്നത് എവിടെയാണ്? യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അരികിലാണ് നമ്മൾ കടന്നു വരുന്നത്. ആ ജീവനാണ്, അവന്റെ ജീവനാണ് നമ്മിൽ പ്രവഹിക്കുന്നത്. ദൈവത്തിന്റെ നിവാസത്തിൽ ദൈവത്തിന്റെ ജീവനാണ് പ്രവഹിക്കുന്നത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 13 പറഞ്ഞിരിക്കുന്നത്, നാം എല്ലാവരും ഒരേ ആത്മാവിനെ പ്രാപിച്ചും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. അപ്പോൾ ഒരു ബ്ലഡ് സ്ട്രീം ഷെയർ ചെയ്യുന്ന നാം ഒരേ ആത്മാവിനെ പ്രാപിച്ചവരാണ്, ഒരേ അഭിഷേകം പ്രാപിച്ചവരാണ്, അല്ലേ? അപ്പൊ ഇവിടെ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ദൈവസഭയെ കുറിച്ച് 2 കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന്, ആർക്കും സ്വന്തമായിട്ട് ഈ സഭയിൽ ചേരുവാനായിട്ട് കഴിയില്ല. 2, ആർക്കും മറ്റൊരാളെ ഈ സഭയിൽ ചേർക്കാനും കഴിയില്ല. ഇത് മനുഷ്യന്റെ ധാരണയ്ക്ക് നേരെ വിപരീതമല്ലേ? ഇന്നിപ്പം ആർക്കും ഏത് സഭയിലും ചേരാം എന്നുള്ളൊരു ചിന്തയാണ്. ഈ സഭ വിട്ടുകഴിഞ്ഞാൽ അടുത്ത സഭയിൽ ചേരാം, അല്ലെങ്കിൽ ഇന്നോരെ ഞങ്ങളുടെ സഭയിൽ ചേർക്കാം. ഇത് ദൈവസഭയിൽ നടക്കുന്ന കാര്യമല്ല. ദൈവസഭയിൽ ചേർക്കുന്നത് ആരാണ്? ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കുന്നത് ആരാണ്? പിതാവാം ദൈവമാണ്, പുത്രനാം ദൈവമാണ്, പരിശുദ്ധാത്മാവാം ദൈവമാണ്. അപ്പം ഈ കാര്യങ്ങൾ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും അനുഭവിക്കാതെ ഈ കുടുംബത്തിലേക്ക് വന്നുകൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ള ഒരു കാര്യം സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത്
മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും, വലിയ ബിൽഡിങ്ങും, വലിയ കൊയർ ഗ്രൂപ്പും, ഒരുപാട് ആൾക്കാരും, ഇതെല്ലാം ഉണ്ടെങ്കിൽ ചിലർ ചിന്തിക്കുന്നത് ഇതെല്ലാം വലിയൊരു സഭയായി മാറിയെന്നാണ്. യാതൊരു നിർബന്ധവുമില്ല അതൊരു സഭയായിട്ട് മാറണം എന്നുള്ളത്. അതേസമയം കർത്താവിന്റെ നാമത്തിൽ 2 or 3 പേർ കൂടി വരുന്നിടത്ത് ദൈവ സാന്നിധ്യം കൊണ്ട് ദൈവസഭയ്ക്ക് കൂടാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞത് വലിയ കൂട്ടങ്ങൾക്ക് അങ്ങനെ ദൈവസഭയായിട്ട് കൂടാൻ കഴിയുകയില്ല എന്നുള്ളതല്ല, പക്ഷെ അതല്ല അതിന്റെ മാനദണ്ഡം, അതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കർത്താവിന്റെ പ്രവൃത്തിയാണ് ഇന്ന് ഈ സഭയെ വളർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. എന്നാൽ ചോദിച്ചേക്കാം, നമുക്ക് ഇതിനകത്ത് പങ്കൊന്നുമില്ലേ? നിശ്ചയമായിട്ടും ഉണ്ട്. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെങ്കിലും ഈ ദൈവപ്രവൃത്തി അനുഭവിക്കുന്ന നമ്മിൽ നിശ്ചയമായിട്ടും നമ്മുടേതായ ചില തീരുമാനങ്ങൾ കൂടി ഇതിനകത്ത് ഇല്ലെന്ന് പറയാൻ പറ്റുകയില്ല. കാരണം വചനത്തിലേക്ക് നോക്കുമ്പം ദൈവത്തിന്റെ വചനത്തോട് മറുത്തു നിൽക്കാൻ നമുക്ക് കഴിയൂല്ലേ? നിശ്ചയമായിട്ടും ദൈവത്തോട് മറുത്തു നിൽക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ കർത്താവിനെ സ്വീകരിക്കാതെ തള്ളിക്കളയാൻ മനുഷ്യന് കഴിയും. പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കാൻ കഴിയും. ഹൃദയത്തെ കഠിനപ്പെടുത്താൻ കഴിയും. അപ്പൊ ഇതെല്ലാം മനുഷ്യന് കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ഭാഗം നമ്മൾ നിശ്ചയമായിട്ടും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തില് 3:15 പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹൃദയത്തെ കഠിനപ്പെടുത്താൻ നമുക്കൊരു ഫ്രീ വില്ല് എപ്പോഴും ഉണ്ട്, ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ എല്ലാ ഇനിഷ്യേറ്റീവ് വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അപ്പൊ ദൈവം മുൻകൈ എടുത്ത് ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് തന്റെ പുത്രനിൽ കൂടെ. ഇന്ന് ദൈവത്തിന്റെ വിശുദ്ധ നിവാസമായി, മന്ദിരമായി, ക്രിസ്തുവേശു മൂലക്കല്ലായിരിക്കുന്ന സഭയുടെ വളർച്ച. ഇനി നമുക്ക് നോക്കാം ഈ സഭയുടെ ചില പ്രത്യേകതകൾ. പെട്ടെന്ന് നോക്കാം, ഇന്ന് കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് അടുത്ത ആഴ്ച നമുക്ക് ഇതിൽ തുടരാനായിട്ട് നമുക്ക് പറ്റുകയില്ല. പെട്ടെന്ന് നമുക്ക് നോക്കാം എന്താണ് ഈ സഭയുടെ പ്രത്യേകത. ആദ്യം പറഞ്ഞ പ്രത്യേകതകളെല്ലാം ഉണ്ട്, അത് കൂടാതെ ചില പ്രത്യേകതകൾ കൂടെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസ പ്രമാണം, ദൈവസഭയുടെ വിശ്വാസ പ്രമാണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാം നിങ്ങൾ. അപ്പോസ്റ്റൽസ് ക്രീഡ് അല്ലേ, നൈസിയൻ ക്രീഡ്, ഇങ്ങനെ പല ക്രീഡുകളും ഉണ്ട് കേട്ടോ. നമ്മളെ ഈ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, അപ്പോസ്റ്റൽസ് ക്രീഡ് എന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ആ അപ്പോസ്റ്റൽ ക്രീഡിലെ ഒരു പ്രത്യേക ഭാഗമാണ് ഐ ബിലീവ് ഇൻ ദ വൺ ഹോളി കാത്തലിക് ആൻഡ് അപ്പോസ്റ്റോലിക് ചർച്ച് എന്നുള്ളത്. ഏകവും വിശുദ്ധവും കാതോലികവും അപ്പോസ്തോലികവുമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ കത്തോലിക്ക സഭ എന്നൊക്കെ പറയുമ്പം റോമൻ കത്തോലിക്ക സഭയാണെന്ന് ആരും ചിന്തിക്കരുത്, അതല്ല ഞാൻ പറയാം. അങ്ങനെ ചിന്തിക്കുന്ന ആരും കാണുകയല്ലോ. അപ്പം ഐ ബിലീവ് ഇൻ വൺ ചർച്ച്. ദൈവത്തിന്റെ സഭ എങ്ങനെയുള്ളതാണ്? ഏകമാണല്ലേ. എന്നാൽ ഇന്ന് ലോകത്തിൽ എന്തോ സഭകളല്ലേ, എന്തോ ഒരു ഓർഗനൈസേഷൻസ് ആണ്. എനിക്ക് തോന്നുന്ന ഇന്ന് ഓർഗനൈസേഷൻസിന് എണ്ണി കഴിഞ്ഞാൽ നമുക്കങ്ങ് എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് പറ്റുകയില്ല. ഒരിക്കൽ ഒരാൾ പറയുന്ന കേട്ടു, ഒരു പുതിയ ഓർഗനൈസേഷൻ ഒരാൾ തുടങ്ങിയപ്പം പേരിടാനായിട്ട് വളരെ ബുദ്ധിമുട്ടി. കാരണം എല്ലാ പേരുകളും എല്ലാവരും എടുത്തു പോയല്ലോ, പല പല ഫെലോഷിപ്പുകളായും സഭകളായി. ഇനി എന്തോ പുതിയൊരു പേരിടുന്നേ. അപ്പൊ ഒരു പുതിയ പേരിട്ടെന്നാണ് പറയുന്നത്, ഡോണ്ട് വറി ഫെലോഷിപ്പ്. അതായത് പേരുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് മാത്രം സഭകളായി പോയത് ചുരുക്കം. ഇന്നെങ്ങാനുമാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞതെങ്കിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇത് പറഞ്ഞാൽ മതിയായിരുന്നു. ഇന്നത്തെ ഓർഗനൈസേഷൻസിന് നോക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു ഇല്ലേ? എന്തോ ഒരു ഓർഗനൈസേഷൻസ് ആണ്. എല്ലാ മുക്കിനും മൂലയ്ക്കും ഓർഗനൈസേഷൻസ് പൊട്ടിമുളച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടത്തെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പുറം ഒരെണ്ണം തുടങ്ങുകയാണ് മനുഷ്യൻ. ഇതിന് ചില കേസുകളിലൊന്നും അതിന് പ്രശ്നമുള്ള കേസുകളല്ല, ഒരു ശരിയായ കാരണത്തോടു കൂടെയാണ് എങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതിന്റെ പെരുപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലതല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഈ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഘടനകളല്ല എന്താണ് ശരിക്കും, ഇതെല്ലാം വെറും ലേബലുകൾ മാത്രമാണ്. സഭ ഏകം തന്നെയാണ്. അപ്പം ഒരൊറ്റ സഭ മാത്രമാണ് നിലവിലുള്ളത്. കാരണം എന്താണ്? ഒരടിസ്ഥാനമേ ഉള്ളൂ, ഒരു ഫൗണ്ടേഷനേ ഉള്ളൂ, ഒരു മൂലക്കല്ലേ ഉള്ളൂ. അപ്പൊ ഒരു ദിവസം നമ്മുടെ കർത്താവ് ഈ സഭയുടെ പണി അവസാനിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്നാണ് കർത്താവിന്റെ സഭയുടെ പണിയെല്ലാം തീർന്ന്, ഏകമായ സഭയുടെ പണി തീർന്ന് കർത്താവ് തന്റെ സഭയെ ചേർക്കുന്നത്.
വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, സകല ജാതികളിൽ നിന്നും ആർക്കും എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് കണ്ടു. ദൈവസഭ അവസാന നാളിൽ കർത്താവിന്റെ വരവിന് ശേഷം കർത്താവിന്റെ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന കാഴ്ച. ആരാണവർ? റെവലേഷൻ വെളിപ്പാട് ദിവസം 7:14 പറഞ്ഞിരിക്കുന്നത്, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പും വിശുദ്ധീകരണവും ദൈവജീവനും പ്രാപിച്ച ദൈവസഭയിലെ, ഏക സഭയിലെ, അവന്റെ ശരീരത്തിലെ ദൈവ കുടുംബത്തിലെ അംഗങ്ങളാണ് സകല ജാതികളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും ആർക്കും എണ്ണിക്കൂടാതെ വണ്ണം വലിയൊരു കൂട്ടമായിരിക്കും. ഏകസഭ വലിയ സഭയാണ്. അപ്പൊ നമ്മളെല്ലാവരും വലിയൊരു സഭയുടെ ഭാഗമാണ്, അല്ലേ? അതുപോലെ തന്നെ ഈ സഭ വിശുദ്ധമാണ്, ഏകമാണ്, വിശുദ്ധമാണ്. ഈ ദൈവജനത്തിൽ നമ്മെക്കുറിച്ച് എല്ലാം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലേ? എഫേസോസിലുള്ള വിശുദ്ധന്മാര്, ഫിലിപ്പിയിലുള്ള വിശുദ്ധന്മാര്, കോരിന്തിലുള്ള വിശുദ്ധന്മാര്, കൊലോസിയിലുള്ള വിശുദ്ധന്മാര്. ഇന്ന് പല സഭകളും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ പ്രത്യേക വിശുദ്ധന്മാരെന്ന് എവിടെ ഇല്ല. ദൈവത്തിന്റെ വചനപ്രകാരം സഭയിലില്ല. നാം എല്ലാവരും വിശുദ്ധന്മാരാണ്. കർത്താവിന്റെ മക്കൾ എല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ടവരും അവർ വിശുദ്ധന്മാരുമാണ്. അതുപോലെ തന്നെ ഈ സഭ കാതോലികമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ റോമൻ കാത്തോലിക് സഭയല്ലെന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ അർത്ഥം യൂണിവേഴ്സൽ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. യൂണിവേഴ്സൽ ആണ് ചർച്ച്. അതായത് ഇത് ആഗോള വ്യാപകമാണ്, അതായത് സാർവത്രികമാണ്, ഇന്റർനാഷണൽ ആണിത്, യൂണിവേഴ്സൽ ചർച്ചാണിത്. അപ്പൊ ലോകത്തിലുള്ള ആർക്കും ഈ സഭയിൽ അംഗമാകാം. ഏത് രാജ്യക്കാരനും, ഏത് ഭാഷക്കാരനും, ഏത് സംസ്കാരത്തിൽ നിന്ന് വരുന്നവനും, ഏത് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവനും, നിറമോ ജാതിയോ വിദ്യാഭ്യാസമോ സംസ്കാരമോ ഇതൊന്നും അവിടെ വിഷയമല്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്ന ഏവനും, അല്ലേ? അപ്പം വിശ്വസിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സകല ജാതികളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട യൂണിവേഴ്സൽ സഭയാണിത്. യൂണിവേഴ്സൽ ആണ്, ഏകമാണ്, വിശുദ്ധമാണ്, യൂണിവേഴ്സൽ ആണിത്. മാത്രമല്ല ഇത് അപ്പോസ്തോലികമാണ്. അപ്പോസ്തോലിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ല്, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ അടിസ്ഥാനം. അപ്പം സഭയ്ക്ക് ഷേപ്പ് കൊടുക്കുന്നത് മൂലക്കല്ല് തന്നെയാണ്. ഒരു മൂലക്കല്ലാണ് ഒരു കെട്ടിടത്തിന്റെ ഷേപ്പ് നിർണ്ണയിക്കുന്നത്, അല്ലേ? അപ്പം കർത്താവ് മൂലക്കല്ലായിരിക്കുന്നു, അപ്പോസ്തലന്മാർ അതിന്റെ അടിസ്ഥാനവുമായിരിക്കുന്നു. അപ്പോസ്തലന്മാർ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോസ്തലിക ഉപദേശമാണ്. അതായത് നാം ഇന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ, നാം എങ്ങനെ ജീവിക്കണം എന്നുള്ള ഉപദേശങ്ങൾ, ഇതെല്ലാം അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാർ ഇന്ന് ഇവിടെ ജീവിച്ചിരിപ്പില്ലെങ്കിലും ദൈവത്തിന്റെ വചനം നമ്മുടെ കൈകളിൽ ഇന്നുണ്ട്, അപ്പോസ്തലന്മാർ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ദൈവസഭയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, കർത്താവും അപ്പോസ്തലിക ഉപദേശവുമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പം ഇങ്ങനെ അടിസ്ഥാനങ്ങളായിട്ട് അപ്പോസ്തലന്മാർ ഇന്ന് അക്ഷരീയമായ അവരുടെ ഫിസിക്കൽ സാന്നിധ്യം നമ്മോട് കൂടെ ഇല്ല, എന്നാൽ അവരുടെ എഴുത്തുകൾ നമ്മുടെ കരങ്ങളിലുണ്ട്. അതിന്മേലാണ് ദൈവത്തിന്റെ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തോലിക വിശ്വാസം, അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചതുപോലെയുള്ള പ്രവൃത്തികൾ, അതെല്ലാം ദൈവസഭയുടെ പ്രത്യേകതയാണ്. അപ്പം ദൈവസഭ ഏതാണെന്ന് അറിയാനുള്ള മാർഗം ഇതൊക്കെയാണ്. അപ്പോസ്തോലിക ഉപദേശം എവിടെ പ്രസംഗിക്കപ്പെടുന്നുണ്ടോ, അപ്പോസ്തോലിക ഉപദേശം എവിടെ പ്രമാണിക്കപ്പെടുന്നുണ്ടോ, അപ്പോസ്തോലിക ഉപദേശം എവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ടോ, അത് ദൈവസഭയാണ്. അതിപ്പോ വലിയ കൂട്ടമായാലും കൊള്ളാം, രണ്ടുപേര് കൂടുന്നിടമായാലും കൊള്ളാം. സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അത് പ്രമാണിക്കുന്നുണ്ടെങ്കിൽ, അത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് ദൈവസഭയുടെ ഒരു അടയാളം തന്നെയാണ്. അതുപോലെ തന്നെ ദൈവസഭയുടെ മറ്റൊരു പ്രത്യേകതയാണ്
ഇത് എന്നേക്കും നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ദൈവസഭ എന്ന് പറയുന്നത്. ഈ ലോകത്തിലുള്ള പ്രസ്ഥാനങ്ങളിലുള്ള മെമ്പർഷിപ്പ് എല്ലാം നമ്മൾ മരിക്കുന്നതോടെ മെമ്പർഷിപ്പ് എല്ലാം നഷ്ടപ്പെടും അല്ലേ? ദൈവസഭയിൽ അങ്ങനെയില്ല. മരിക്കുന്നതോടെ മെമ്പർഷിപ്പ് എന്തോ ചെയ്യുന്നില്ല, നമ്മുടെ ആരുടെയും നഷ്ടപ്പെടുന്നില്ല. നമ്മുടെ മരണത്തോടുകൂടെ ദൈവസഭയുടെ അംഗങ്ങളായിട്ട് നാം അല്ലാതെ വരുന്നില്ല. മരണത്തിന് ശേഷവും ദൈവസഭയിലെ അംഗങ്ങൾ തന്നെയാണ് നാം. ഭൂമിയിലുള്ള ഏക പ്രസ്ഥാനം, മരണശേഷവും മെമ്പർഷിപ്പ് തുടരുന്ന ഏക പ്രസ്ഥാനം ദൈവസഭയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മരിച്ച് മൺമറഞ്ഞു പോയ പലരും ഇന്നും ദൈവസഭയുടെ അംഗങ്ങളാണ് അല്ലെ? എൻ്റെ മാതാപിതാക്കള്, എനിക്കറിയാം, നിശ്ചയമായിട്ട് അവർ ദൈവസഭയുടെ അംഗങ്ങൾ തന്നെയാണ്. എൻ്റെ 2 സഹോദരിമാര്, അവർ മരിച്ചുപോയി, അവരും ദൈവസഭയുടെ അംഗങ്ങൾ തന്നെയാണ്. നമ്മളും ദൈവസഭയുടെ അംഗങ്ങൾ തന്നെയാണ്. അപ്പൊ എന്നേക്കുമുള്ള ഒരു അംഗത്വമാണ് ദൈവസഭയിൽ. ദൈവ കുടുംബത്തിൽ ജനിച്ചു വീഴുന്ന ഒരു വ്യക്തിക്ക് ഈ ദൈവ കുടുംബത്തിലെ അംഗത്വവും അവകാശവും എന്ന് പറയുന്നത് അത് ഈ ഭൂമിയിലെ ജീവിതത്തിൽ മാത്രമല്ല, എന്നേക്കും നിലനിൽക്കുന്ന അവകാശവും എന്നേക്കും നിലനിൽക്കുന്ന അംഗത്വവുമാണ്. ഈ സഭയെക്കുറിച്ചാണ് മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത്, പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കുകയില്ല. The gates of hell or Hades shall not prevail against it എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ കർത്താവ് പറഞ്ഞു, ഈ മരണത്തിന്റെ എല്ലാം വാതിലുകളെ ഞാൻ തകർത്തിരിക്കുകയാണ്. സാത്താന്റെ ആ വലിയ പവറായിട്ടിരുന്ന മരണത്തിന്റെ വാതിലുകളെ, പാതാളത്തിന്റെ വാതിലുകളെ എല്ലാം ഞാൻ തകർത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവ് കോർണർ സ്റ്റോൺ ആയിരിക്കുന്ന ദൈവസഭയിൽ നാം ഇന്ന് ആയിരിക്കുകയാണ്. ഈ സഭ ഒരിക്കലും ചെറുതായിക്കൊണ്ടിരിക്കുന്ന സഭയല്ല, ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന സഭയാണ്. ഓരോ ദിവസവും ചെല്ലുന്തോറും ഈ സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് വിശുദ്ധന്മാരാണ് ഈ സഭയിൽ അംഗങ്ങളായിട്ടുള്ളത്. കാരണം മരണശേഷം എന്താണ്? മെമ്പർഷിപ്പ് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഇല്ലേ? അതുപോലെ സഭയുടെ ഈ വലിയ ഭാഗത്തെ, അതായത് മെജോറിറ്റിയെ നമുക്ക് ഇന്ന് കാണാനായിട്ട് കഴിയുന്നില്ല. സഭയുടെ വളരെ ഒരു ചുരുക്കം പേരെ മാത്രമാണ് നമുക്ക് ഇന്ന് ഈ ഭൂമിയിൽ കാണാനായിട്ട് കഴിയുന്നുള്ളൂ. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. വിശ്വാസ വീരന്മാരെ കുറിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം അങ്ങനെയാണ് പറയുന്നത്. അപ്പം ദൈവസഭയുടെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എന്താണ്, കോടിക്കണക്കിന് വിശുദ്ധന്മാരുടെ കൂട്ടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അപ്പോൾ ജാതികളായിരുന്ന നമ്മെ ക്രിസ്തുയേശുവിന്റെ മരണം മുഖാന്തരം ദൈവത്തിന്റെ സ്വന്തമായ ഇസ്രായേലുമായിട്ട് ഒരുമിപ്പിച്ച് ക്രിസ്തുയേശുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളാക്കി തീർത്ത് ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചേർത്ത് വെച്ച് നമ്മെ പണിത്, പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവനുള്ള കല്ലുകളാക്കി നമ്മെ തീർത്ത് ദൈവസഭയിലാക്കി വെച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ മാത്രം നാം ദൈവസഭയിൽ അംഗങ്ങളായിട്ടിരുന്ന് ഇവിടെ ഒരു ചെറിയ ജീവിതം കഴിച്ചു കൂട്ടാൻ വേണ്ടി മാത്രമല്ല, നിത്യത വരെയും നിലനിൽക്കുന്ന വലിയൊരു ബന്ധമാണ് നമ്മുടെ കർത്താവ് ക്രൂശിൽ താൻ നിറവേറ്റിയ രക്ഷണ്യ പ്രവൃത്തിയിൽ കൂടെ നമുക്ക് സാധിപ്പിച്ചിരിക്കുന്നത്. ഇത് ഓർത്ത് നമുക്ക് കർത്താവിനോട് എന്നും നന്ദി പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു പാട്ട് പാടുമല്ലോ, പിരിയാ ബന്ധമാണിത്, പിരിയാ ബന്ധമാണിത് യുഗാകാലം വരെയും. അതായത് യുഗാകാലം വരെയുമുള്ള പിരിയാ ബന്ധത്തിലേക്ക് ക്രിസ്തുവേശുവിൽ യഹൂദനെയും ജാതീയനെയും ഈ വിശുദ്ധ മന്ദിരത്തിലേക്ക് കർത്താവ് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പിതാവാം ദൈവത്തിന്റെ സ്നേഹത്തിലും പുത്രനായ ക്രിസ്തുവേശുവിന്റെ കൃപയിലും സംരക്ഷണയിലും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലും നമുക്ക് നടക്കുവാനുള്ള പ്രചോദനം എന്നും കർത്താവ് നൽകി തരട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.